അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾ 71 കക്ഷികളായി ഭിന്നിക്കും, നസാറാക്കൾ 72 കക്ഷികളായി ഭിന്നിക്കും. وستفترق هذه الأمة على 73 فرقة 73 കക്ഷികളായി ഈ ഉമ്മത്തും ഭിന്നിക്കും. كلها في النار إلا واحدة എല്ലാവരും നരകത്തിലായിരിക്കും. 73-ൽ 72 നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാവരും, എല്ലാ വിഭാഗവും, എല്ലാ കക്ഷിയും നരകത്തിലായിരിക്കും. ഇല്ലാ വാഹിദ, അതിൽ ഒന്നൊഴികെ. ഖുൽനാ, സഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ആരാണവർ? സഹാബത്ത് ചോദിച്ചത് ആരാണ് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത്ഭുതകരമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട കക്ഷികളെക്കുറിച്ച് പറഞ്ഞത് ഒരു പേരല്ല, മറിച്ച് അവർക്കുള്ള വിശേഷണമാണ്. ഒരു പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്കിൽ എല്ലാ കക്ഷികളും ആ പേരാണ് ഇടുക. എല്ലാവരും, എല്ലാ പിഴച്ച കക്ഷികളും ആ പേരിടും, തീർച്ചയാണ്, ഒരു സംശയമില്ല. എന്നിട്ട് തന്നെ എല്ലാ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യുന്ന ആളുകൾ അവരുടെ പേരായി പറയുന്നത് സുന്നത്ത് ജമാഅത്ത് എന്നാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അത്ഭുതകരമാണ്. മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി, ആരാണോ ഞാനും എൻ്റെ സഹാബത്തും നിലകൊണ്ട മാർഗം സ്വീകരിക്കുന്നവൻ, അവരാണ് വിജയിച്ച ആളുകൾ, നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന ആളുകൾ. മനോഹര. അള്ളാഹുവിൻ്റെ റസൂൽ